നമ്മളുടെ വീടും അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് അടുക്കി ഒതുക്കി വെക്കാൻ നമ്മൾ കുറേ പൈസ കൊടുത്തിട്ട് ഓർഗനൈസറുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വേസ്റ്റ് ആണെന്ന് കരുതി കളയണ ഇതുപോലെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് റീയൂസ് ചെയ്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസറുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. നമ്മളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കാർഡ്ബോർഡിൻ്റെ ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ പലതും ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ബോക്സുകളിലാണ് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെരുപ്പൊക്കെ വാങ്ങിയാൽ ഉള്ള ബോക്സുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഇതേപോലെ 4 പീസ് ഉണ്ടല്ലോ, അത് ഒന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്യാം. അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജസ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ഉണ്ടാവും, ഒരു കട്ടി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാപ്ലർ ചെയ്യാനൊന്നും കഴിയില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെട്ടി ഒഴിവാക്കാം. ഇനി ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പേപ്പർ വെച്ച് ഇതേപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു റിബൺ വെച്ചിട്ട് അതിനൊരു ബോർഡർ പോലെ ഒരു ഡിസൈൻ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് വൈറ്റ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ വാൾപേപ്പറോ അല്ലെങ്കിൽ പുസ്തകം പൊതിയുന്ന ആ ഒരു പേപ്പറൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്താൽ മതി. കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അൽമാരയിൽ പൗഡർ, പെർഫ്യൂം, ക്രീം അങ്ങനത്തെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. അത് ഒരു അൽമാരയിലൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബോക്സിലാണ് വെക്കാറുള്ളത്. ഇങ്ങനെ ബോക്സിലെല്ലാം വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പരന്ന് കിടക്കും. അപ്പോൾ ഇതേപോലുള്ള ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഒതുങ്ങി നിന്നോളും. അതേപോലെ തന്നെ ഞാൻ ഇതേപോലുള്ള മൊബൈലിൻ്റെ ബോക്സിലാണ് നമ്മുടെ മെഡിസിൻസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മൊബൈലിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ബോക്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയേ ചെയ്യണ്ട, അതൊക്കെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. കാരണം അത് അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല. ഇതേപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അലമാരയിൽ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇതേപോലുള്ള ബോക്സുകളൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഹാൻഡിൽ പൊട്ടിയിട്ടുള്ള കപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കളയണ്ട, അത് നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. ഞാൻ നമ്മളുടെ കിച്ചണിൽ കത്തി, കത്രിക, അതേപോലെ തന്നെ പീലർ അതൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു ഓർഗനൈസറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ്റൊക്കെ ചെയ്ത് നല്ലൊരു ഡിസൈനൊക്കെ ചെയ്താൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ തൽക്കാലം ഇതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെയുള്ള പരന്നിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ല, ഈ ഹാർപ്പിക്ക്, ലൈസോള് അല്ലെങ്കിൽ ഇതേപോലുള്ള ലോഷൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ പരന്നിട്ടുള്ള അങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഹാങ്ങിങ് ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലോഷൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. അതിൻ്റെ സ്റ്റിക്കറൊക്കെ നമുക്ക് ഇതേപോലെ എടുത്താൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു പോരും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബോട്ടിലിൽ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യാം. ഒരു സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ഒരു പെൻ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ കഴിയും കേട്ടോ, മറ്റേ പെൻ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്നേക്കാളും. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതേപോലെയാണ് ഉള്ളത്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ മുകളിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മാർക്കിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ അലമാരയിൽ ചീർപ്പ് അങ്ങനത്തെ കുറച്ച് നീളത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഐബ്രോ പെൻസിൽ, ലിപ്പ് ലൈനർ അങ്ങനത്തെയൊക്കെ, അതൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു ഓർഗനൈസറായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്പൂൺ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഇതേപോലെ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ അവിടെ ഒതുങ്ങി നിന്നോളും. അതും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കത്തി, കത്രിക, പീലറൊക്കെ വെച്ചില്ലേ, അത് നമുക്ക് അങ്ങനത്തെ സെറാമിക്കിൻ്റെ കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ഇതേപോലെ കത്തിയും കത്രികയൊക്കെ ഇതിലിങ്ങനെ ഇട്ട് വെക്കാം. അങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതേപോലെ അടപ്പൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഇതേപോലെ ഗ്ലാസിൻ്റെ ജാറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഞാൻ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് ക്ലീനിങ് ബ്രഷുകളൊക്കെ ഇട്ട് വെക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതിൽ അടിയിലൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ സാധനങ്ങളൊന്നും ഇട്ട് വെക്കാനൊന്നും കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ഒരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ലേസ് വെച്ചിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ
അപ്പോൾ ഇതൊരു പെൻ ഹോൾഡറായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പൂൺ ഹോൾഡറായിട്ടോ അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കാം. പിന്നെ ഇതാ എൻ്റെ കയ്യിൽ ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനുണ്ട്. ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുന്ന നല്ലൊരു ഓർഗനൈസർ പോലെ തന്നെ ഇതിനെ മാറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കുത്തനായിട്ട് ഇതേപോലെ ചുറ്റും ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ബാസ്ക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഹാൻഡിൽ ഉണ്ടായതോടെ തന്നെ ഇതിങ്ങനെ പിടിച്ച് നമുക്കിത് എടുക്കാനും വെക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഈ ബാസ്ക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണോ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള മറ്റേ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊരു ട്രേ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കിച്ചണിൽ ഓയിൽ ബോട്ടിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനോ അടിയിൽ മെഴുക്കൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുമല്ലോ, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് ഒന്ന് ഭംഗിയാക്കിയിട്ട് അതിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ട്രേ ആക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഒരു ക്യാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ നമ്മൾ കുത്തനെയല്ലേ കട്ട് ചെയ്തത്, ഇത് നേരെ തിരിച്ച് വിലങ്ങനെയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ക്യാനിൻ്റെ ഫുൾ ഹൈറ്റിൽ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം അതിൽ അത്രയും സാധനങ്ങൾ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചും കൊടുക്കാമല്ലോ. നമുക്ക് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറയ്ക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഫുൾ ഹൈറ്റിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാസ്ക്കറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഈ ഒരു ബാസ്ക്കറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ തൊട്ട് മുകളിൽ ഇതേപോലെ ഒരു റാക്ക് ഉണ്ട്. അവിടെ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്ന സ്ക്രബ്ബർ, സോപ്പ്, അതേപോലെ തന്നെ പേസ്റ്റ്, പിന്നെ കംഫേർട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് വെക്കാനാണ് ഈ ഒരു ഹാൻഡിലുള്ള ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റേ ബാസ്ക്കറ്റ് ഞാൻ നമ്മുടെ കിച്ചൺ ടവലൊക്കെ ഇതേപോലെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ സ്പ്രേ ബോട്ടിൽ, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെയും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഒരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇത് മൂന്നും നമ്മൾ സീറോ കോസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു DIY ഐഡിയാസാണ്. ഇനി നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലുള്ള ഷോപ്പിംഗ് ബാഗ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് നമ്മുടെ അലമാരയിൽ തുണികളൊക്കെ അടുക്കി വെക്കാൻ നല്ലൊരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിംഗ് ബാഗ് ഇതേപോലെ രണ്ടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് മടക്കുക. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മടക്കേണ്ടതെന്നുള്ളത്. അതേപോലെ ഇങ്ങനെ ഉണ്ടാവും മടക്കി കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ അടിഭാഗം ഒരു സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്താൽ ഇതേപോലെ സ്റ്റിഫായിട്ട് നിന്നോളും. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് ആ രണ്ട് കോർണറും ഇതേപോലെ ഒരു ട്രയാങ്കിൾ പോലെ നിൽക്കുന്നില്ലേ, അത് നമ്മൾ മടക്കിയിട്ടുള്ള മടക്കിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ അടിഭാഗവും സൈഡൊക്കെ നല്ല നീറ്റായിട്ട് നിന്നോളും. അപ്പോൾ നല്ലൊരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുട്ടികളുടെ ടീഷർട്ടുകളോ അല്ലെങ്കിൽ ഇന്നർ വെയേഴ്സോ അതും അല്ലെങ്കിൽ സോക്സുകളോ അങ്ങനത്തെ കുഞ്ഞു ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളുടെ അലമാരയിൽ നല്ലോണം ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഷോപ്പിംഗ് ബാഗുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് പേപ്പർ ബാഗുകളും ഉണ്ടല്ലോ. ഇപ്പോൾ ഷോപ്പിംഗ് ബാഗായിട്ട് കട്ടിയുള്ള മെറ്റീരിയലാണ് പേപ്പർ ബാഗുകൾ വരുന്നത്, അതും നമുക്ക് ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. അങ്ങനത്തെ പേപ്പർ ബാഗുകളാണ് നമ്മളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാണോ നമുക്ക് ഹൈറ്റ് വേണ്ടതെന്നുള്ളത് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം 4 കോർണറിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഹാൻഡിലും കട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ ഈ 4 കോർണറിലും കട്ട് ചെയ്തിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഇങ്ങോട്ട് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് 4 ഭാഗവും ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഇതും നല്ലൊരു ഓർഗനൈസറാണ്. ഇപ്പോൾ വരുന്ന ഷോപ്പിംഗ് ബാഗുകളൊക്കെ നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലം അത് ഇതേപോലുള്ള ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അത് കേട് വന്നാലും നമുക്ക് വേറൊരു ഷോപ്പിംഗ് ബാഗ് എടുത്ത് ഇതേപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ സീറോ കോസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, നമ്മളൊരു പൈസയും മുടക്കാതെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ അത് എന്തെങ്കിലും കേടുപാട് പറ്റിയാലും നമുക്ക് ഇതേപോലെ വീണ്ടും ഉണ്ടാക്കി ഇതേപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ മിസ്സാവാണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.